അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സൽസ്വഭാവം എന്നത്. സൽസ്വഭാവം ഇല്ലാത്തവൻ്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സത്യവിശ്വാസികളിൽ വിശ്വാസം സമ്പൂർണ്ണമായവൻ അവരിൽ നല്ല സ്വഭാവക്കാരനാണ് എന്നാണ് പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെയും ഏറ്റവും നല്ല വിനയത്തിൻ്റെയും നല്ല സംസാരത്തിൻ്റെയും ഉടമയായിരുന്നു. അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് സൂറത്തുൽ ഖലമിൽ നമുക്ക് കാണാൻ സാധിക്കും, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തീർച്ചയായും നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്നാണ്. അതേപോലെ തന്നെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൻ്റെ 159-ാമത്തെ വചനത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. നബിയെ, അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായിട്ട് പെരുമാറുന്നത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞ് പോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അതൊരു നല്ല മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ വ്യക്തിയുടെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും അഫ്ളലായ മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വഭാവം നന്നാവുക എന്നുള്ളത്. അതുകൊണ്ട് നാം പരിപൂർണ മുസ്ലിമീങ്ങളായി നാം മാറുക. എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നല്ല ചര്യകളെ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, വജ്അല്ലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണമേ എന്ന്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും, അതായത് നന്മയിൽ എന്നെ പിൻപറ്റുന്നതായ നിലക്ക് എനിക്ക് ശേഷം എൻ്റെ നല്ല സ്മരണകളെ നീ നിലനിർത്തണമേ എന്നായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ആശയമെന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി നമ്മൾ മാറുക. പ്രവാചകന്മാരുടെ ആ നല്ല സ്വഭാവങ്ങളെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.